ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. YMCA പ്രസിഡന്റായി അനുഗ്രഹീത നേതൃത്വവും ശുശ്രൂഷയും നിറവേറ്റുന്ന അഡ്വക്കേറ്റ് ഇടിക്കുള സക്കറിയ സർ, സ്പിരിച്വൽ പ്രോഗ്രാംസിന്റെ ചെയർമാനായി തന്റെ ശുശ്രൂഷ നിറവേറ്റുന്ന KA കോശി സർ, YWCA പ്രസിഡന്റായി ശുശ്രൂഷ നിറവേറ്റുന്ന മരിയം ജിബു എബ്രഹാം അവർ, ഈ പ്രാർത്ഥനാ വാരത്തിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് അവസരം ഒരുക്കി എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഡോക്ടർ ആർദർ ജേക്കബ് സർ, ഇവിടെ പങ്കുചേരുന്ന പ്രിയ ദൈവജനമേ, ഏവർക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായി ഞാൻ ആശംസിക്കുന്നു. ഈ ലോകത്ത് ദൈവജനത്തിന്റെ വിശ്വസ്തയോടുകൂടിയ ദൗത്യം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് പ്രപഞ്ചത്തിലെ വിവിധ ഭാവങ്ങളെ ഘടകങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് അവ നിറവേറ്റുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ദൗത്യം എന്ന് പറയുക. നമുക്ക് ചിന്തയ്ക്കായി ഈ ഒരാഴ്ചയുടെ കാലം നൽകിയ ചിന്താ വിഷയത്തിൽ രണ്ട് പദങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ്: വേൾഡ് ആൻഡ് ഫെയ്ത്ത്, ലോകവും വിശ്വാസവും. ക്രിസ്തീയ ആത്മീയതയ്ക്ക് കഴിഞ്ഞ നാളുകളിൽ വന്നുപോയ ഒരു വലിയ പോരായ്മ എന്നത് ഈ ലോകത്തെ ത്യജിച്ചുകൊണ്ട് മറ്റൊരു ലോകത്തിനായി കാത്തിരിക്കുവാനുള്ള, അപ്രകാരം ഒരു വരുവാനുള്ള ലോകത്തിനായി വാഞ്ചയോടെ കാത്തിരുന്നുകൊണ്ട് ഈ ഭൂമിയെ തിരസ്കരിക്കുന്ന, ഭൂമിയുടെ അനുഭവങ്ങളെ ഒഴിവാക്കുന്ന ഒരു പിഴവ് ക്രൈസ്തവ ആത്മീയതയ്ക്ക് കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇന്ന് ഏവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു വസ്തുതയാണ്. ലോകത്തെ വെറുക്കുക അല്ല, ലൗകികതയെ വെറുക്കുക എന്നതാണ് കർത്താവ് നമുക്ക് നൽകിയ പാഠം. നിർഭാഗ്യവശാൽ ലൗകികതയെ വെറുക്കുന്നതിന് പകരം ലോകത്തെ വെറുക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ആത്മീയത താണുപോയി, അധംപതിച്ചു പോയി. ഭൂമിയെ നിസ്സംശയം തള്ളിക്കളയുന്ന, ഭൂവിഭവങ്ങളെ അനാവശ്യമായി ചൂഷണം ചെയ്യുന്ന ഈ ഭൂമി നശിച്ചു പോകും. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയെയുമാണ് നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത് എന്ന ഒരു തെറ്റായ പഠിപ്പിക്കലുകളിലൂടെ, തെറ്റായ തിരിച്ചറിവുകളിലൂടെ ക്രൈസ്തവ ആത്മീയത ഇന്ന് ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായി വഴിതെറ്റി പോയിരിക്കുന്നുവെന്ന് നാം ഓരോരുത്തരും കൃത്യമായി തിരിച്ചറിയും. അതുകൊണ്ട് ലോകത്തിൽ ദൈവവിശ്വാസത്തോടെ ഒരു വിശ്വാസ സമൂഹമായി മുന്നേറണമെങ്കിൽ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ലോകത്തെ ദൈവത്തിന്റെ ഹിതത്തിനനുസൃതമായി രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ്. എന്താണ് ക്രിസ്തീയ ദൗത്യം? എന്താണ് ക്രിസ്തു നമുക്കായി നൽകിയിരിക്കുന്ന നിയോഗം? അത് ട്രാൻസ്ഫോം ദ വേൾഡ് ടു മേക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് എ റിയാലിറ്റി എന്നുള്ളതാണ്. ഈ ലോകത്തെ ദൈവരാജ്യ അനുഭവം യാഥാർത്ഥ്യമായി തീരുവാൻ തക്ക വിധത്തിൽ നമ്മുടെ ശുശ്രൂഷകളിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ അതിനെ യാഥാർത്ഥ്യമാക്കി തീർക്കുക എന്നതാണ് ഇന്നിന്റെ അനുഭവത്തിൽ എനിക്കും നിങ്ങൾക്കും സഭയ്ക്കും ദൈവരാജ്യ സമൂഹങ്ങൾക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ നിയോഗം. ഇന്നിന്റെ അനുഭവങ്ങളെ പരിവർത്തനം ചെയ്യുക, രൂപാന്തരപ്പെടുത്തുക. ദൈവരാജ്യ അനുഭവത്തെ ഒരു പ്രത്യാശയുടെ, ഒരു ഭാവികാല അനുഭവമായി കാത്തിരിക്കുകയല്ല, ഒരു കാലിക അനുഭവമായി, ഒരു വർത്തമാനകാല, ഒരു പ്രസന്റ് ഡേ റിയാലിറ്റിയായി പരിവർത്തനം ചെയ്യുക, രൂപാന്തരപ്പെടുത്തുക, അതിനെ നിവൃത്തീകരിക്കുക എന്നുള്ളതാണ് എനിക്ക്, നിങ്ങൾക്ക് ഒക്കെ ദൈവം ഈ നാളുകളിൽ നൽകിയിരിക്കുന്ന നിയോഗമെന്ന സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇടയ്ക്ക് വായിക്കുവാനായി ഇടയായി തീർന്ന ഒരു അനുഗ്രഹീതമായ ഒരു ബുദ്ധ മത പുസ്തകം ഇപ്രകാരമാണ്. അജാൻ ബ്രാം എന്ന ഒരു ബുദ്ധിസ്റ്റ് മോങ്ക് രചിച്ച, ഒരു ബുദ്ധ സന്യാസി രചിച്ച ഹു ഓർഡേർഡ് ദിസ് ട്രക്ക് ലോഡ് ഓഫ് ഡൺ എന്നുള്ള ഒരു പുസ്തകം. 10 വർഷത്തിനിപ്പുറം പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ്. ഹു ഓർഡേർഡ് ദിസ് ട്രക്ക് ലോഡ് ഓഫ് ഡൺ. ചില കഥകളുടെ ഒരു സമാഹാരമാണ്. ചിലരെങ്കിലും അത് വായിച്ചിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അതിന്റെ ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് ലഭ്യമാകും. അതിൽ ഒരു കഥയുടെ സാരാംശം ഇങ്ങനെയാണ്. ഒരു ദിനത്തിൽ സന്ധ്യയെങ്കിൽ കുടുംബനാഥൻ ഇങ്ങനെ ഭവനത്തിലേക്ക് വരുമ്പോൾ തന്റെ ഭവനത്തിലേക്ക് കയറി വരുന്ന വഴിയിൽ ആരോ ഒരു ലോറി നിറയെ ചാണകം, കൗഡൻ ഇങ്ങനെ ഇറക്കി ആ വഴിയിൽ അങ്ങനെ നിക്ഷേപിച്ചിരിക്കുകയാണ്.
സന്ധ്യയ്ക്കാണ് അത് സംഭവിക്കുക. അപ്പോൾ നിക്ഷേപിച്ചിട്ട് പോയതാണ് എന്ന് മനസ്സിലാക്കുന്നു. ആരോടും പരാതി പറയുവാനുള്ള സാഹചര്യമില്ല. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഇതിന്റെ സ്മെല്ല് വർദ്ധിച്ചു വരും. ആവേശമൊക്കെ മലിനമായി തീരുവാനായിട്ട് ഇടയുണ്ട്. ആരോടാണ് പരിഭവപ്പെടുക? ആരോടാണ് പരാതി പറയുക? ആരെ സമീപിച്ചാലാണ് ഇതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകുക? അദ്ദേഹം ഇങ്ങനെ പല വഴികളുമൊക്കെ ആലോചിക്കുന്നു. ചില നിമിഷങ്ങളൊക്കെ ആലോചിച്ച് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നു: എനിക്ക് മാത്രമേ ഇത് പരിഹരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഈ സമയത്ത് ഇതിനു വേണ്ടി അധ്വാനിച്ചില്ല എങ്കിൽ, ഈ വിഷയത്തെ ഈ സമയത്ത് ഞാൻ അഡ്രസ് ചെയ്തില്ല എങ്കിൽ, കാര്യങ്ങൾ നിമിഷങ്ങൾ കഴിയും തോറും കൂടുതൽ പ്രയാസമുള്ളതാകും. കൂടുതൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. എനിക്ക് മാത്രമേ അത് ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. അടിയന്തരമായി ഏറ്റവും അത്യാവശ്യമായി അത് പരിഹരിക്കുകയും വേണം എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാകും. അദ്ദേഹം ചെയ്യുന്നത് ലളിതമായ ഒരു പ്രവൃത്തിയാണ്. തന്നെ ഗാരേജിലേക്ക് പോകുന്നു, ഒരു മൺവെട്ടി എടുക്കുന്നു, ഒരു ശരീരം, ഒരു കോരി മാറ്റുവാനുള്ള ഒരു കുട്ട ഇങ്ങനെ എടുക്കുന്നു. സാവധാനം ആ ചാണകത്തെ, ആ കൗടങ്ങനെ തന്റെ കഴിവ് ഉപയോഗിച്ച് തനിക്ക് സാധ്യമാകുന്ന വിധങ്ങളിൽ കുറേശ്ശെ കോരി തന്റെ പറമ്പിലെ ചെടികളുടെ, തന്റെ പറമ്പിലെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ അദ്ദേഹം നിക്ഷേപിച്ച് അതിനെ മൂടുന്നു. ഏറെ ശ്രമകരപ്പെട്ട, വളരെയധികം സമയം ചെലവഴിച്ചാണ് അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കുവാനായിട്ട് കഴിഞ്ഞത്. ആ പ്രശ്നം പരിഹരിച്ചു എന്ന ചിന്തയിൽ അദ്ദേഹം സമാധാനത്തോടെ ആയിരിക്കുന്നു. ആഴ്ചകൾ, മാസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പറമ്പ് മുഴുവൻ മനോഹരമായ പച്ചിലകളുടെ തളിർപ്പും മനോഹരമായ രുചികരമായ പഴങ്ങളും മനോഹരങ്ങളായ പുഷ്പങ്ങളും കൊണ്ട് നിറയുവാനായിട്ട് ഇടയായി. ആ പുസ്തകത്തിന്റെ, ആ കഥയുടെ സാരാംശം വളരെ ലളിതമാണ്. നാം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ, നാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ആരുടെ തെറ്റ് മുഖാന്തരമാണ് ഇത് സംഭവിച്ചത് എന്ന് പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല. എനിക്ക് അത് പരിഹരിക്കുവാൻ കഴിയും, ഏറ്റവും അടിയന്തരമായി അത് പരിഹരിക്കേണ്ടത് അനിവാര്യമാണെന്ന് തിരിച്ചറിയുകയും ഓരോരുത്തരും അവരവരുടെ പങ്ക് വിശ്വസ്തയോടെ നിറവേറ്റുകയും ചെയ്യുമ്പോഴാണ് ജീവിതം സുന്ദരവും ഏറ്റവും ശ്രേഷ്ഠകരവും ദൈവം അതിൽ അന്തർലീനമായിരിക്കുന്ന മനോഹാരിത നുകരുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും അവസരം ഒരുക്കുകയും ചെയ്യുക. പ്രാരംഭമായി എന്തുകൊണ്ട് ഞാൻ ഈ ഒരു കൊച്ചു കഥ പറഞ്ഞ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചു എന്ന് ചിന്തിച്ചാൽ, ഇന്ന് വർത്തമാനകാല സ്പിരിച്വാലിറ്റി, കണ്ടംപററി സ്പിരിച്വാലിറ്റി ഒരു വലിയ ക്രൈസിസിലൂടെ കടന്നു പോകുകയാണ്. നാം ഓരോരുത്തരും അംഗങ്ങളായിരിക്കുന്ന സഭയിൽ പ്രാദേശികവും രാഷ്ട്രീയവുമായ ഒത്തിരി ക്രൈസിസ്, ഒത്തിരി പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നമുക്ക് ഉയർത്തി കാണിക്കുവാനായിട്ട് കഴിയും. പലപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റ് പല അനുഭവങ്ങളിലും മാധ്യമങ്ങളിലൂടെയൊക്കെ നാം പരസ്പരം പിടിപ്പരക്കുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും കുറ്റം ആരോപിക്കുന്നവരായി ഞാനും നിങ്ങളും മാറുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. ലോകത്തിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള വെല്ലുവിളികൾ സഭയിലും സമൂഹങ്ങളിലും ഉള്ളപ്പോൾ ദൈവജനത്തിന് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ നൽകപ്പെട്ടിരിക്കുന്ന നിയോഗം എന്ന് പറയുക അവരവരുടെ കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും തിരിച്ചറിഞ്ഞ് ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ പ്രവർത്തന മേഖലകളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. രണ്ട് ഉദാഹരണങ്ങളാണ് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് മൂവിംഗ് വിത്ത് ഫെയ്ത്ത് ത്രൂ ദ വേൾഡ്, ലോകത്തിൽ ദൈവത്തിന്റെ വിശ്വാസ സമൂഹമായി, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു സമൂഹമായി മുന്നേറുവാൻ സാധിക്കുന്നത് എന്ന ഹ്രസ്വമായി ഞാൻ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ഫെയ്ത്ത് ഇൻ ഗോഡ് എൻഗേജസ് കൺഫ്രണ്ടേഷൻ വിത്ത് ഗോഡ് ഡ്യൂറിംഗ് ദ ടൈംസ് ഓഫ് ഫിയർ, ഡിസ്കറേജ്മെന്റ് ആൻഡ് ഡിസ്ട്രസ്. Faith in God engages confrontation with God during the times of fear, discouragement and distress. ഇന്ന് പഴയ നിയമ പാഠഭാഗമായി ശ്രദ്ധിച്ച 1 Kings chapter 19 verses 11 and 12. ഏലിയ പ്രവാചകൻ തന്റെ പ്രാണനെ സംരക്ഷിക്കുവാനായിട്ട് ആഹാബ് രാജാവിൽ നിന്ന്, ഇസബേൽ രാജ്ഞിയിൽ നിന്ന് ഒളിക്കുകയാണ്. പ്രവാചകനോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നു, അല്ലെങ്കിൽ ദൈവദൂതൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു: നിനക്കിവിടെ എന്താണ് കാര്യം? Why are you here? നീ എന്താണ് ഇവിടെ ആയിരിക്കുക? ഏലിയാവിന്റെ മറുപടി ലളിതമാണ്. നമുക്ക് താഴോട്ടുള്ള വചനങ്ങൾ വായിച്ചാൽ അറിയാം. ഞാൻ ജീവനുള്ള യഹോവയായ ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ അധ്വാനിച്ചു, പക്ഷെ ഇന്ന് ഞാൻ ക്ഷീണിതനായിരിക്കുന്നു.
രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എന്റെ പ്രാണനെ കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ ജീവനെ സംരക്ഷിക്കുന്നതിനായി രാജാവിൽ നിന്ന് പ്രാണഭയത്തിൽ ഒളിച്ചിരിക്കുന്നു. The situation of fear, discouragement and distress. ആ ഒരു അനുഭവത്തിൽ ഏലിയാവിന് ലഭ്യമാകുന്നത് ദൈവിക ഇടപെടലാണ്. എൻകൗണ്ടർ വിത്ത് ഗോഡ്. തന്റെ വിശ്വസ്തതയോടുകൂടിയ ശുശ്രൂഷ കഴിഞ്ഞ നാളുകളിൽ ഏറെ അർത്ഥവത്തായി അദ്ദേഹം നിറവേറ്റി. ബാലിന്റെ പ്രവാചകന്മാരോട് ശക്തമായി എതിർത്ത് നിന്നു. യഹോവയായ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന വിജാതീയ സമൂഹങ്ങളുടെ മധ്യത്തിൽ ഉയർത്തി കാണിക്കുവാനായിട്ട് ഏലിയാവിന് സാധിച്ചു. അപ്രകാരം തീക്ഷ്ണതയുള്ള പ്രവാചകൻ എന്ന പലരും വിശേഷിപ്പിച്ച ഏലിയാവ് ഇപ്പോൾ നിരാശനായി ഭയത്തോടെ ആശങ്കയോടെ തന്റെ ജീവനെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു മരുഭൂമിയുടെ ചൂരച്ചെടിയുടെ തണലിലായിരുന്ന അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. യഹോവയുടെ ദൂതൻ ഏലിയാവിനോട് പറയുന്ന വാക്കുകൾ നമുക്കറിവുള്ളതാണ്. ഇങ്ങനെ ദൂതൻ പറയുന്നു, നീ എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ഇനിയും ദൂരയാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. നീ എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ഇനിയും ദൂരയാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏലിയാവ് ആ വാക്കുകളൊക്കെ അർത്ഥവത്തായി സ്വീകരിക്കുന്നു. ആ ഭക്ഷണമൊക്കെ കഴിച്ച് 40 ദിനങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് എത്തിച്ചേരുന്നത് ഹോരേബിന്റെ അനുഭവങ്ങളിലാണ്. ഹോരേബ് എക്സ്പീരിയൻസ്, ഹോരേബിന്റെ അനുഭവം നമുക്കറിവുള്ളതാണ്. പഴയ നിയമത്തിൽ അതാദ്യമായി ലഭ്യമായത് മോശയ്ക്കാണ്. കത്തുന്ന മുൾപ്പടർപ്പിൽ വെച്ച് മോശയ്ക്ക് ദൈവ പ്രത്യക്ഷത ലഭ്യമായി മോശയ്ക്ക് ഒരു അനുഗ്രഹീത നിയോഗം ലഭിക്കുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം ഓരോരുത്തരും വായിച്ച് മനസ്സിലാക്കുന്നു. സെക്കൻഡ് ഹോരേബ് എക്സ്പീരിയൻസ് ലഭിക്കുന്നത് ഏലിയാവിനാണ്. ഏലിയാവിന് ലഭിക്കുന്ന നിയോഗം എന്നത്, നീ ദൈവത്തിന്റെ യഥാർത്ഥമായ സാന്നിധ്യത്തെയും ശക്തിയെയും തിരിച്ചറിഞ്ഞ് നിനക്ക് ഇനിയും ബഹുദൂരം ദൂരയാത്ര ചെയ്യുവാനായിട്ടുണ്ട്. നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്നത് അരാം ദേശത്തിന് ഒരു രാജാവിന് അഭിഷേകം ചെയ്യുക, ഇസ്രായേൽ ദേശത്തിന് ഒരു രാജാവിന് അഭിഷേകം ചെയ്യുക. നിന്നെ തുടർന്ന് നിന്റെ പിൻഗാമിയായി ശുശ്രൂഷകൾ മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന വിധത്തിൽ എലീശ പ്രവാചകനെ ശുശ്രൂഷയ്ക്കായിട്ട് ധൈര്യപ്പെടുത്തുക. ഫിയറിന്റെയും ഡിസ്ട്രസിന്റെയും ഡിസ്കറേജ്മെന്റിന്റെയും ഒക്കെ നടുവിൽ നമ്മെ ഉപേക്ഷിച്ച നാം ചെയ്ത ശുശ്രൂഷകൾ നിഷ്ഫലമായി തീരുന്ന വിധത്തിൽ കൈവിടുന്ന ഒരു ദൈവത്തെ അല്ല വിശുദ്ധ വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുക. ഫിയറിന്റെയും ഡിസ്കറേജിന്റെയും നടുവിൽ ഒരു ഹോരേബ് എക്സ്പീരിയൻസിലേക്ക് നമ്മെ നയിക്കുവാൻ കഴിയുന്ന വിധത്തിൽ, ഒരു ഹോരേബ് എക്സ്പീരിയൻസിലേക്ക് ചെന്നെത്തുവാൻ കഴിയുന്ന വിധത്തിൽ നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തെ ഈ വേദഭാഗം അല്ലെങ്കിൽ വേദപുസ്തകം ശക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഒരു വേദഭാഗത്തെ സവിശേഷമാക്കുന്ന ചില വസ്തുതകൾ, സാധാരണയായി ഇസ്രായേൽ ജനം ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുക അഗ്നിയിലൂടെ, ഉഗ്രമായ ശബ്ദത്തിലൂടെ, ഭൂമി കുലുക്കത്തിലൂടെ, ഭൂകമ്പത്തിലൂടെ, കൊടുങ്കാറ്റിലൂടെ, അപ്രകാരമുള്ള ശക്തമായ ചില പ്രതീകങ്ങളിലൂടെയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ തന്നെ 18-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ ആ കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് ആ ഏലിയാവ് വലിയ യാഗമൊക്കെ നടത്തുമ്പോൾ യഹോവയായ ദൈവമാണ് തങ്ങളോട് കൂടെ ഉള്ളത് എന്ന് വെളിപ്പെടുന്നത് ആ യാഗത്തെ തീയിറക്കി യഹോവ ദഹിപ്പിക്കുമ്പോഴാണ്. അപ്രകാരം പഴയ നിയമത്തിലെ പലയിടങ്ങളിലും ഇത്തരം ശക്തമായ പ്രതീകങ്ങളിലൂടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. പക്ഷേ ഈ 19-ാം അധ്യായത്തിലെ 11-12 വാക്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ആത്മീയ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് മോസ്റ്റ് അൺഎക്സ്പെക്ടഡ് സർപ്രൈസിംഗ് സിറ്റുവേഷൻസിൽ ദൈവ സാന്നിധ്യത്തെ എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. എൻകൗണ്ടർ ഗോഡ് ഇൻ അൺഎക്സ്പെക്ടഡ് സർപ്രൈസിംഗ് സിറ്റുവേഷൻസ്. നമുക്ക് എപ്പോഴും ദൈവ സാന്നിധ്യത്തെ ആലയങ്ങൾക്കുള്ളിൽ, അൾത്താരയ്ക്കുള്ളിൽ മാത്രം ഒതുക്കി നിർത്തുവാൻ, നമുക്ക് ചിരപരിചിതമായ ജീവിത അനുഭവങ്ങളിൽ മാത്രം ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനും ആ വിശ്വാസ അനുഭവങ്ങളിൽ ഒരു ആത്മീയ സുരക്ഷിതത്വം അനുഭവിക്കുവാനും ഒക്കെയാണ് എനിക്കും നിങ്ങൾക്കും പലപ്പോഴും താല്പര്യം. സർപ്രൈസിംഗ് ആയിട്ടുള്ള, ജെന്റിൽ ആയിട്ടുള്ള ഒരു ഓർഡിനറി ഡേ ടു ഡേ ലൈഫ് സിറ്റുവേഷൻസിൽ നിന്ന് ഒരു സ്റ്റിൽ വോയിസ് ഓഫ് ക്വയറ്റ്നസ്, ഒരു ശാന്തതയുടെ മൃദുസ്വരത്തിലൊക്കെ ദൈവ സാന്നിധ്യത്തെ കണ്ടെത്തുവാൻ നമുക്ക് ചുറ്റുമുള്ള ലളിതമായ ജീവിത അനുഭവങ്ങളിൽ, ലളിതമായ സാധാരണക്കാരായ ജീവിത അനുഭവങ്ങളിലായിരിക്കുന്നവരുടെ മനുഷ്യരുടെ മുഖങ്ങളിൽ
അവരുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ എനിക്കും നിങ്ങൾക്കും യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, കാണേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ദൈവ സാന്നിധ്യം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കുവാനായിട്ട് കഴിയുക. അവിടെയാണ് യഥാർത്ഥമായ ഹോറേബ് എക്സ്പീരിയൻസ് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക എന്ന് ഞാൻ പറയുവാനായിട്ട്, പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏലിയാവിനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു വലിയ ക്രൈസിസിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവിതം എപ്പോഴും ഒരുപോലെയല്ല. വരളുന്ന കാലമുണ്ട്, വളരുന്ന കാലമുണ്ട്. വരളുന്ന കാലത്തിലും വളരുന്ന കാലത്തിലും ദൈവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ അനുഗ്രഹദാതാവായി, വഴികാട്ടിയായി, നമ്മെ ശക്തീകരിക്കുന്ന കർത്താവായി, ജീവന്റെ ഉറവിടമായ നാഥനായി നമ്മോട് കൂടെയുള്ളത് എന്ന ഈ വേദഭാഗം നമ്മെ ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. നിയോഗങ്ങൾ ഏറ്റെടുക്കുക, ആ നിയോഗങ്ങളെ അർത്ഥവത്തായി പൂർത്തിയാക്കുക, അതിനെ പുലർത്തുക. എങ്ങനെയാണ് വിശ്വാസ സമൂഹമായി ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷികളായി മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കുക? ആശങ്കയുടെയും ഭയത്തിന്റെയും ആകുലതയുടെയും നടുവിൽ ദൈവത്തെ കണ്ടെത്തുക, ദൈവ സാന്നിധ്യം അനുഭവിക്കുക, ദൈവം നൽകുന്ന നിയോഗങ്ങൾ ഏറ്റെടുക്കുക. രണ്ടാമതായി ഒരു ചെറിയ ചിന്ത കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുക. Faith in God empowers us to lead a life of commitment, fulfilling the will of God. Faith in God empowers us to lead a life of commitment, fulfilling the will of God. ഈ നാളുകളിൽ വ്യക്തിപരമായ ധ്യാനത്തിനൊക്കെ ഞാൻ വളരെ താല്പര്യത്തോടെ ഉപയോഗിക്കുന്ന ഒരു പുസ്തകം ന്യായാധിപന്മാരുടെ പുസ്തകമാണ്. ന്യായാധിപന്മാർ, ദ ബുക്ക് ഓഫ് ജഡ്ജസ്. ഏകദേശം BC 1200-300 കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളുടെ ചരിത്രപരമായ വിവരണമാണ് ആ പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുക. ആ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ ആത്മീയ സത്യമുണ്ട്. ഇസ്രായേൽ ജനം വളരെ താല്പര്യത്തോടെ, ആവേശത്തോടെ കാത്തിരുന്ന ഒരു പ്രദേശമാണ് വാഗ്ദത്ത നാട്, ദ ലാൻഡ് ഫ്ലോയിങ് വിത്ത് മിൽക്ക് ആൻഡ് ഹണി. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം അവർക്ക് കൈവശമായി ലഭിക്കുക എന്നത്. യോശുവയുടെ പുസ്തകമൊക്കെ നാം വായിക്കുമ്പോൾ ദൈവം കൃപയാൽ ആ ദേശം അവർക്ക് അവകാശമായി നൽകി, ഗോത്രങ്ങൾക്ക് അത് വിഭാഗിച്ച് നൽകി. നാം ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ജനം ചിന്തിച്ചു, എല്ലാം കഴിഞ്ഞു, തങ്ങളുടെ ആഗ്രഹം പൂർത്തിയായി, അടിമത്തത്തിന്റെ അനുഭവങ്ങൾ കഴിഞ്ഞു, ദൈവജനം സ്വതന്ത്രരായി, പാലും തേനും ഒഴുകുന്ന സമൃദ്ധിയുടെ ദേശം അവർക്ക് അവകാശമായി ലഭിച്ചു. സ്പിരിച്വലി, ആത്മീകമായി അവരുടെ ആത്മീക ജീവിതം അപ്പോൾ ആരംഭിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം ശ്രദ്ധിച്ചാൽ അറിയാം, ദൈവം അവർക്ക് ചില നാളുകളിൽ സ്വസ്ഥത നൽകുന്നു. അവർ യഹോവയെ ഭയപ്പെട്ട നാളിൽ, യഹോവയ്ക്ക് ഹിതകരമായത് അവർ നിർവഹിച്ച നാളിൽ ജനത്തിന് സ്വസ്ഥതയുണ്ടായി. ജനം എപ്പോഴാണോ ദൈവത്തെ മറന്നത്, ദൈവത്തിന്റെ ഹിതത്തെ അവർ തള്ളിക്കളഞ്ഞത്, അവർ ആ നിമിഷം മുതൽ വീണ്ടും പലവിധമായ പ്രതിസന്ധികളിൽ അവർ വീണുപോവുകയും ജനത്തിന്റെ സ്വസ്ഥത നഷ്ടമായി തീരുന്നുവെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കനാൻ ദേശത്തിലേക്ക് അവർ എത്തുമ്പോൾ അവർക്ക് അതിരുകളൊക്കെ ഇങ്ങനെ ബൗണ്ടറീസ് ഒക്കെ വിവരിച്ച് നൽകുന്നത് യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന് ചിന്തിക്കുക, എന്തിനാണ് ഈ ഒരു പ്രോമിസ്ഡ് ലാൻഡിൽ ബൗണ്ടറീസ്? ഭൂമി ദൈവത്തിൻ്റെതാണ്, എന്തിനാണ് ഇങ്ങനെ അതിരുകളൊക്കെ നൽകിയിരിക്കുക? ഓർക്കുക, ദൈവരാജ്യത്തിന് അതിരുകളുമുണ്ട്, അരുതുകളുമുണ്ട്. ദൈവരാജ്യത്തിൽ അതിരുകളുണ്ട്, അരുതുകളുണ്ട്. എപ്പോഴാണോ നാം ദൈവത്തിന്റെ ഹിതത്തെ തിരിച്ചറിയുകയും ദൈവത്തിന്റെ ഹിതത്തിൽ മാത്രം ശരണപ്പെടുകയും ചെയ്യുന്നത്, എപ്പോഴാണോ അപ്രകാരമുള്ള ജീവിതാനുഭവങ്ങളിൽ നിലനിൽക്കുവാനുള്ള ആർജവം ഞാനും നിങ്ങളും കാണിക്കുക, അതിനായി നമുക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിക്കുക, അപ്പോഴാണ് ഒരു വിശ്വാസ സമൂഹമായി ഈ ഭൂമിയിൽ നമുക്ക് മുന്നേറുവാനായിട്ട്, ഈ ലോകയാത്രയിൽ മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഇന്ന് പലപ്പോഴും പ്രതിസന്ധികളിൽ നിന്ന് ഓടി ഒളിക്കുവാനായിട്ടാണ് എനിക്കും നിങ്ങൾക്കും താല്പര്യം. പുരോഹിതരാകുന്ന ഞാൻ ഉൾപ്പെടെയുള്ള പൗരോഹിത്യ സമൂഹത്തിനും സഭാ നേതൃത്വത്തിനുമൊക്കെ പ്രതിസന്ധികളെ നേരിടുവാൻ പലപ്പോഴും ഭയമാണ്. വിവാദ വിഷയങ്ങളോട് പ്രതികരിക്കുവാൻ, വിവാദപരമായ വിഷയങ്ങളിൽ ആലോചന പറയുവാൻ, അതിനെ നേരിടുവാനൊക്കെ പലപ്പോഴും ഭയമാണ്. എങ്ങനെയെങ്കിലും ഒഴിവാക്കുക, അല്ലെങ്കിൽ നീട്ടിവെക്കുക, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നൊക്കെ, അതൊക്കെ ലളിതമായ തീരുമാനങ്ങളാണ്. സഭ, ക്രിസ്തുവിന്റെ ശരീരമായ സഭ ഇന്ന് തിരിച്ചറിയേണ്ടത് ദൈവത്തിന്റെ ഹിതത്തെ നാം തിരിച്ചറിയുകയും അതിനായി കാലാനുസൃതമായ ധൈര്യപൂർവമായ
ഏറ്റവും ഔചിത്യപൂർണമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിനെ സഭയുടെ വെല്ലുവിളികളെ അതിജീവിച്ച് ക്രിസ്തുവിന്റെ സാക്ഷികളായി നാം ഓരോരുത്തരും മുന്നേറുകയും വേണം എന്നുള്ളതാണ്. പ്രതിസന്ധികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല, പ്രതിസന്ധികളെ നേരിട്ട് ദൈവത്തിന്റെ ഹിതം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ആലോചനകളെ ശ്രദ്ധിച്ച് ഈ ഭൂമിയിൽ കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കുക എന്നുള്ളതാണ് എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. 2 ചിന്തകളാണ് വളരെ ഹ്രസ്വമായി ഞാൻ പങ്കിടുവാനായിട്ട് ആഗ്രഹിച്ചത്. ഒന്ന്, faith in God empowers us to confront God during the time of fear, discouragement and distress. Second, faith in God empowers us to live a committed life by fulfilling the will of God. വിശ്വാസത്തെക്കുറിച്ച് മാർട്ടിൻ ലൂതർ തന്റെ രചനയിൽ പറഞ്ഞിട്ടുള്ള ഒരു നിർവചനം കൂടെ സൂചിപ്പിച്ച് ഞാൻ ഈ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുകയാണ്. മനോഹരമായ ഒരു ദൃഷ്ടാന്തത്തെയാണ് വിശ്വാസത്തെ വെളിപ്പെടുത്തുവാനായിട്ട് ലൂഥർ ഉപയോഗിക്കുക. മാർട്ടിൻ ലൂഥർ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: Faith is the ship that enables us to reach the other shore by crossing the sea of life. Faith is the ship that enabled me and others to reach the other shore by crossing the sea of life. ജീവിതമാകുന്ന ഈ സാഗരത്തെ ക്രോസ് ചെയ്ത് അക്കരെ എത്തുവാൻ, ആ വാഗ്ദത്ത നാട്ടിലേക്ക് എത്തുവാൻ എന്നെ സഹായിക്കുന്ന കപ്പലാണ് വിശ്വാസം. ഏറ്റവും അർത്ഥവത്തായ ഒരു നിർവചനമാണ് എന്ന് നാം തിരിച്ചറിയുന്നു. പലപ്പോഴും ആ വിശ്വാസമാകുന്ന ആ കപ്പലിനെ വിശ്വസിച്ച് സാഗരമാകുന്ന ആ സാഗരത്തെ ക്രോസ് ചെയ്ത് ദൈവിക പ്രത്യാശയുടെ വാഗ്ദത്ത തീരത്തേക്ക് എത്തുവാൻ എത്രത്തോളം ആഴമായ വിശ്വാസത്തെ എനിക്കും നിങ്ങൾക്കും പ്രകടിപ്പിക്കുവാൻ, വളർത്തുവാൻ, പുലർത്തുവാൻ സാധിക്കുന്നു എന്നതാണ് ഇന്ന് ക്രിസ്തു വിശ്വാസികൾ സ്വയം ചോദിക്കേണ്ട സംഗതമായ ഒരു ചോദ്യം. ദൈവവിശ്വാസത്തിൽ മുറുകെ പിടിച്ച് കർത്താവിന്റെ വിശ്വാസത്തിൽ വളർന്ന് ലോകമാകുന്ന സാഗരത്തെ ആ വിശ്വാസത്തിന്റെ കപ്പലിലൂടെ അതിജീവിച്ച് അക്കരെ നാട്ടിലെ ആ ദൈവിക പ്രത്യാശയും ദൈവഹിതത്തെയും ദൈവരാജ്യ ശുശ്രൂഷകളെയും യഥായോഗ്യം തിരിച്ചറിഞ്ഞ് നിറവേറ്റുവാൻ, കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. YMCA മുതലായ എല്ലാ ശുശ്രൂഷകളിലൂടെ ദൈവം അനുഗ്രഹീതമായ നിലകളിൽ തന്റെ വിശ്വസ്ത ശുശ്രൂഷ നമ്മിലൂടെ നിറവേറ്റുവാൻ കർത്താവ് തിരുമനസ്സാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഹ്രസ്വമായ സന്ദേശത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവവചനം ശ്രദ്ധിച്ച ഏവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തുടർന്നും ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപയാൽ നമ്മെ തുടർന്നും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.